ഹലോ മക്കൾസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാബു സാറാണേ. മക്കളെ, നാളെ നമ്മുടെ ഹിന്ദിയുടെ ഫൈനൽ എക്സാം വരാൻ പോവുകയാണ്. നമ്മൾ ഗംഭീരമായിട്ട് എഴുതേണ്ടതുണ്ട്. ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ കഴിഞ്ഞ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ കണ്ടിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടിക്കാണും. ഇന്ന് നമ്മൾ മെഗാ മാരത്തോണിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. നാളെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് മോർണിംഗ് പോസ്റ്ററിൽ ഞാൻ വരും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ച് സെറ്റാക്കി മുന്നോട്ട് പോകാം. ഒരു ടെൻഷനും വേണ്ട. എങ്കിലും നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയുള്ള ചോദ്യമാണ് മക്കളെ, നമുക്കെന്ത് പോസ്റ്റർ തയ്യാറാക്കി എന്നുള്ളത്. ആ പോസ്റ്ററുകൾ എങ്ങനെ എഴുതാം, അതൊക്കെ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ മക്കളെ, പോസ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പുതിയ ഷീറ്റ് പേപ്പറിൽ വേണം പോസ്റ്റർ എഴുതാൻ. പിന്നെ പോസ്റ്ററിലേക്കുള്ള വരികൾ നിങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ പോലും പോസ്റ്ററിലേക്കുള്ള വരികളിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്ററിലേക്കുള്ള കണ്ടന്റുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ നോക്കൂ. പോസ്റ്റർ തയ്യാർ കരേ എന്നൊരു ചോദ്യം കാണാം നിങ്ങൾക്ക്. ഓക്കെ, 15 ഫെബ്രുവരി ഗലീലിയോ ദിവസേ. ഫെബ്രുവരി 15-ാം തീയതി ഗലീലിയോയുടെ ബർത്ത്ഡേ ആണ്. മാനിലെ മനസ്സിലാക്കൂ, ഈ അവസരത്തിൽ ആപ്കെ സ്കൂൾമേയും നിങ്ങളുടെ സ്കൂളിൽ വിജ്ഞാന പ്രദർശനി ഹോനേവാലി ശാസ്ത്ര പ്രദർശനം നടക്കാൻ പോവുകയാണ്. ഇസ്കെ പ്രചാർ കീലിയേക്ക് പോസ്റ്റർ തയ്യാറാക്കരുത്. ഈ പ്രചാരത്തിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുന്ന നിങ്ങൾക്ക് 15 ഫെബ്രുവരി എന്നുള്ളത് ഒരു ഹെഡിങ് ആക്കാം, ഗലീലിയോ ദിവസ് എന്നുള്ളത് ഒരു ഹെഡിങ് ആക്കാം, ആപ്കെ സ്കൂൾമേ എന്നുള്ളത് ഹമാരെ സ്കൂൾമേ എന്നുള്ളത് നമുക്ക് ഹെഡിങ് ആക്കാം, വിജ്ഞാന പ്രദർശനി ഒരു ഹെഡിങ് ആക്കാം, പിന്നെ സബ്കാ സ്വാഗത് എന്നുള്ള വരികൾ നമുക്ക് വെക്കാം. പിന്നെ ഒരു സമയവും ഒരു ഉദ്ഘാടകനെ നമുക്ക് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വലിയ പേപ്പറിൽ വൃത്തിയും വെടുപ്പോടുകൂടി അലൈൻമെൻ്റ് ഒക്കെ സെറ്റാക്കി നമുക്ക് ഗ്രാഫൊക്കെ ഇട്ട് എത്ര വരി വേണമെന്നുള്ള റെഡിയാക്കിയ ശേഷം അതിൽ നമ്മൾ എഴുതിയിട്ട് നമ്മൾ പെൻസിലൂടെ ഒക്കെ ഷെയ്ഡ് കൊടുത്ത് കണ്ടീഷൻ ആക്കുക. അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റർ ഇങ്ങനെയാണ്. നോക്കൂ മക്കളെ, 15 ഫെബ്രുവരി ഗലീലിയോ ദിവസ്. ഓക്കെ, വിജ്ഞാൻ പ്രദർശനി ശാസ്ത്ര പ്രദർശനം, ഹമാരെ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ സബേരെ 10 ബജെ എന്തൊരു ഫംഗ്ഷൻ ആയാലും നമ്മൾ രാവിലെ 10 മണിയെ നമ്മൾ കൊടുക്കുന്നു. ഉദ്ഘാടക് ബഹുപ്രധാന അധ്യാപക്. ഓക്കെ, അതിനുശേഷം സബ്കാ സ്വാഗത്. എന്നിട്ട് ഏത് സ്കൂളാണ് ഡാഷ് സ്കൂൾ വിജ്ഞാന ക്ലബ്ബ്. ആ സ്കൂളിൻ്റെ പേര് നമ്മൾ സ്കൂൾ വിജ്ഞാന ക്ലബ്ബ്, സ്കൂൾ എവിടെയാണെന്ന് പറയേണ്ടതില്ല, GVHSS ഡാഷ്. ഇത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആ പോസ്റ്റർ മനോഹരമായിട്ട് ആ പോസ്റ്റർ ചെയ്താൽ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. യാതൊരു ടെൻഷൻ വേണ്ട. ഇതേ ചോദ്യത്തിന് നിങ്ങൾക്ക് മോഡൽ എക്സാം ആയിട്ട് 10ാം നമ്പർ ക്വസ്റ്റ്യനിൽ ഇതേ പാഠത്തിൽ വന്നിരിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു. നോക്കൂ, 10ാമത്തെ ചോദ്യം, ഫെബ്രുവരി 28 രാഷ്ട്രീയ വിജ്ഞാൻ ദിവസ്. ദേശീയ ശാസ്ത്ര ദിവസമാണ്. ഇന്ത്യയുടെ ദേശീയ ശാസ്ത്ര ദിവസം എന്നാണ് ഫെബ്രുവരി 28 ആണ്. എന്നാൽ ഫെബ്രുവരി 15 ആരുടെ ജന്മദിനം? ഗലീലിയോയുടെ ജന്മദിനം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ദേശീയ ശാസ്ത്ര ദിനമായി കൊണ്ടാടുന്നത് ഫെബ്രുവരി 28 ആണെങ്കിൽ അതെന്താണ്? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് രാമൻ എഫക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇന്ത്യയിലെ മഹാനായ ശാസ്ത്രജ്ഞൻ രാമൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പ്രകാശം കടന്നു പോകുന്ന സമയത്ത് ആ കടന്നു പോകുന്ന സ്ഥലത്ത് അതിൻ്റെ വിഗ്രഹമുണ്ടായിട്ട് കളറുകൾ മാറുന്നു എന്നുള്ളത്, നിങ്ങൾ ആകാശത്ത് നീല നിറമാകുന്നതും ഒരു നിറവുമില്ലാത്ത വെള്ളത്തിന് കടലിന് നീല കളറായി മാറുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. ഓക്കെ, അത് അദ്ദേഹം കണ്ടുപിടിച്ച് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ദിവസം ഫെബ്രുവരി 28 ആയതുകൊണ്ടാണ് ആ ദിവസത്തെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ശാസ്ത്ര ദിനമായി കൊണ്ടാടുന്നത്. ഓക്കെ, അപ്പോൾ ഈ അവസരത്തിൽ സർക്കാരി കന്യാ പാഠശാല ഗവൺമെൻറ് വനിതാ സ്കൂൾ ദില്ലി में ഡൽഹിയിൽ വൈജ്ഞാനിക് നാട് കാ മഞ്ചൻ ഹോനെ വാലെ വൈജ്ഞാനിക് തന്നെ സയൻറ്റിസ്റ്റ് എന്നുള്ള നാടകത്തിന് മഞ്ചൻ ഹോനെ വാലെ, മഞ്ചൻ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നു. ഇസ്കയിലേക്ക് പോസ്റ്റർ തയ്യാറാക്കരുത്. അതിനുവേണ്ടി പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു നിങ്ങളോട് ചോദിച്ചത്. അങ്ങനെയാണ് അതിന് ഉത്തരം ഇങ്ങനെയായിരുന്നു എഴുതുന്നത്. ഫെബ്രുവരി 28 രാഷ്ട്രീയ വിജ്ഞാൻ ദിവസ് പർ, ദേശീയ ശാസ്ത്ര ദിവസത്തിൻ്റെ ദിവസം. വൈജ്ഞാനിക് സയൻറ്റിസ്റ്റ്, നാടക പ്രസ്തുതി നാടക അവതരണം, ദില്ലി സർക്കാരി കന്യാ പാഠശാലമേ ദില്ലി ഗവൺമെൻറ് വനിതാ സ്കൂളിൽ, സമയം 7 PM വൈകുന്നേരം 7 മണി, സബ്കാ സ്വാഗത് എല്ലാവർക്കും സ്വാഗതം, നാട്യമഞ്ച് നാടക സംഘം ദില്ലി സർക്കാരി കന്യാ പാഠശാല ഡൽഹിയിലെ ഗവൺമെൻറ് വനിതാ സ്കൂളിലെ നാട്യസംഘമാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റ് ചെയ്തേണ്ടത്. ഈ ചോദ്യം ഇനിയും ഫൈനൽ എക്സാമിനേഷന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ധാരണ നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ ഗലീലിയോ പാഠവുമായി ബന്ധപ്പെട്ട 2 പോസ്റ്റർ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വരാൻ പോകുന്നത് പോസ്റ്റർ തയ്യാറാക്കരി എന്നുള്ളത് സിതംബർ 5. അതെന്താണ്? ഇത് നമുക്ക് പഠിക്കാനുള്ള പാഠമായ റൈൻ ബസേരെ എന്ന് പറയുന്ന പാഠത്തിൽ അമൃതലാൽ വേഗയുടെ രാത്രിയിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഭ്രാന്തൻ വന്നിട്ട് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ സൂൾ കേസ് തുറക്കുകയും വസ്തുക്കളൊക്കെ വലിച്ചെറിയുകയും ചെയ്തു. നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഞാനൊരു അധ്യാപകനാണ് എന്ന് പറഞ്ഞുകൂടി അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഒക്കെ നിന്നു. എന്നിട്ട് അദ്ദേഹം കണ്ണിലേക്ക് തന്നെ നോക്കിയതിനു ശേഷം നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ അമൃതലാൽ വേഗം കിടന്നുറങ്ങി. ആ സമയത്ത് ആ മനുഷ്യൻ ഒരു അധ്യാപകനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തിയതാണ് എന്നുള്ളത് തന്നെ ആ മനുഷ്യന് കൈയും കാലും തളർച്ച ക്ഷീണം ഉണ്ടാവുമെന്ന് ആ ഭ്രാന്തനായ മനുഷ്യൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ബോധം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ആ അമൃതലാൽ വേഗൻ്റെ 2 കാലും തിരുമ്മി കൊടുക്കുന്നു.
കൈ തിരുമ്മി കൊടുക്കുന്നു, എന്നിട്ട് കയ്യിൽ ഒരു 20 പൈസ വെച്ച് പോകുന്നു. അത് അമൃതാൽ വേഗഡ് പറയുന്നു, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ബഹുമതിയാണ് എന്ന്. അപ്പോൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, സിതംബർ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അധ്യാപക ദിനമാണ്. സിതംബർ 5 എന്താണ്? ഇന്ത്യയുടെ അധ്യാപക ദിനമാണ്. ശിക്ഷക് ദിവസ് ഹെ, അധ്യാപക ദിനമാണ്. ഈ അവസരത്തിൽ ആപ്കെ സ്കൂൾ മേ ശിക്ഷക് രാഷ്ട്രനിർമ്മാത, അധ്യാപകൻ രാഷ്ട്രനിർമ്മാതാവ് എന്ന വിഷയത്തിൽ സങ്കോഷ്ഠി ഹോനെ വാല ഹൈ, ഒരു സങ്കോഷ്ഠി നടക്കാൻ പോകുന്നു, സെമിനാർ നടക്കാൻ പോകുന്നു. ഇസ്കയിലേക്ക് പോസ്റ്റർ തയ്യാറാക്കി ഇതിനു വേണ്ടിയിട്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സിതംബർ 5 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ അധ്യാപകനായ, ഏറ്റവും ഫേമസ് ആയ അധ്യാപകനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് എന്ത്? സിതംബർ 5. അത് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ അധ്യാപക ദിനമായി നമ്മൾ കൊണ്ടാടുന്നു. അപ്പോൾ ഈ പോസ്റ്റർ സിതംബർ 5 എന്നുള്ള നമുക്കൊരു ഹെഡിങ് എടുക്കാം, ശിക്ഷക ദിവസം എന്നുള്ള ഹെഡിങ് എടുക്കാം, പിന്നെ ആപ്കെ സ്കൂൾ മേ എന്നുള്ളത് ഹമാരെ സ്കൂൾ മേ എന്നാക്കാം, ശിക്ഷക് രാഷ്ട്രനിർമ്മാത എന്നുള്ളത് നമുക്ക് എടുക്കാം ഒരു പോയിൻ്റായിട്ട്, സങ്കോഷ്ഠി എന്നീ ഈ പോയിന്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാം. അങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നോക്കൂ, സിതംബർ 5 നമ്മളൊരു ഹെഡിങ് കൊടുത്തു, ശിക്ഷക് ദിവസ് ടീച്ചേഴ്സ് ഡേ എന്ന് നമ്മൾ കൊടുത്തു, സങ്കോഷ്ഠി എന്ന് നമ്മൾ കൊടുത്തു, ശിക്ഷക് രാഷ്ട്രനിർമ്മാത, ശിക്ഷക് അധ്യാപകൻ രാഷ്ട്രനിർമ്മാതാവ് എന്ന് എഴുതി. എന്നിട്ട് ഫംഗ്ഷൻ സ്വാഭാവികമായിട്ട് സെപ്റ്റംബർ 5 ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? 2026 സിതംബർ 5 സബേരെ 10 ബജെ ഒന്നോ ഡേറ്റ് കൊടുക്കുന്നു. എന്നിട്ട് പ്രേരണാദായി ഭാഷൺ, അത് നമ്മളെ വകയിൽ ചേർക്കുകയാണ്. പ്രേരണാദായി ഭാഷൺ എന്ന് പറഞ്ഞാൽ ആവേശം നൽകുന്ന പ്രസംഗം, അതായത് മോട്ടിവേഷൻ സ്പീച്ച്. ശിക്ഷക് സമ്മാൻ സമാരോഹ്, ടീച്ചേഴ്സിനെ ആദരിക്കൽ പ്രോഗ്രാം. ഹമാരെ സ്കൂൾ മേ, നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് സബ്കാ സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ സോഷ്യൽ ക്ലബ്ബ് GHS ഡാഷ്, ഇങ്ങനെ എഴുതി വെച്ചാൽ ആ പോസ്റ്ററിൻ്റെ 4 മാർക്കായി. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ 4 or 5 വരികൾ പൊട്ടിച്ചെടുക്കാനുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതിനെ വൃത്തിയും വെടുപ്പോടുകൂടി നമ്മൾ അലൈൻമെൻറ്റ് സെറ്റാക്കി എഴുതാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, യെസ്. അടുത്ത നമ്മളോട് ഒരു പക്ഷേ വൈറ്റ് കേപ്പ് എന്ന സിനിമയെ കഥയെ ആസ്പദമാക്കി നമ്മളോട് ഒരു പക്ഷേ ചോദിക്കും, എന്താ പറയുക, ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നു, അതിനെക്കുറിച്ചുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് മഹോത്സവ് 2026 എഴുതുക. ഹോളിക്ക് ഉല്ലാസ്പർ, ഹോളിയുടെ ഉല്ലാസത്തിൽ. അത് നമ്മൾ ഹിന്ദി കഥയായി ബന്ധപ്പെട്ട് ഹോളിയാണ് ദേശീയ ലെവലിൽ അറിയപ്പെടുന്നത് എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു അവധി സമയം തരും, അപ്പോൾ ആണെങ്കിൽ അതിൻ്റെ പേര് കൊടുത്തതിന് ശേഷം ഉല്ലാസ്പർ, ആ ആവേശത്തിൽ. ഹമാരെ സ്കൂൾ മൈതാൻമേ, നമ്മുടെ സ്കൂൾ മേ നല്ല ഇതുണ്ടത്, ക്രിക്കറ്റ് ആയതുകൊണ്ട് സ്കൂൾ മൈതാനത്തിലാണ് വരുന്നത്. താരിഖ്, ഒരു ഡേറ്റിൻ്റെ താരിഖ് എഴുതിയിട്ട് നിങ്ങളുടെ ഡാഷ് ഇട്ടാലും മതി. ഓക്കെ, സബ്കാ സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. എന്നിട്ട് സ്പോർട്സ് ക്ലബ്ബ് എന്ന് എഴുതിയതിന് ശേഷം GHSS ഡാഷ്, ആ സ്കൂൾ എവിടെയാണെന്ന് എഴുതണ്ട, GHS ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡാഷ്, ഇങ്ങനെ എഴുതി വെച്ചാൽ ആ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ പോസ്റ്റ് പറഞ്ഞാൽ നമുക്കിതിൽ 4 മാർക്ക് കിട്ടും. ഇനി നമ്മൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് പരിയിലെടുക്കി. യുദ്ധ പശ്ചാത്തലത്തിലാണ് ആ കഥ എഴുതുന്നത്. അതുപോലെ തന്നെ മേരി ദുനിയാക്കെ തമാം ബച്ചെ, എൻ്റെ ലോകത്തിലെ മുഴുവൻ കുട്ടികളും, യുദ്ധമില്ലാത്തൊരു ലോകത്തെക്കുറിച്ചാണ് അവർ അതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ 2 പാഠത്തെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ ആസ്വാദന ടിപ്പണി കവിതയോട് ചോദിക്കുക, അല്ലെങ്കിൽ യുദ്ധവിരുദ്ധ സന്ദേശത്തെ പോസ്റ്റർ തയ്യാറാക്കി ചെയ്യുന്ന നോക്കുകയും, അല്ലെങ്കിൽ പരിയിലെടുക്കി എന്ന പാഠത്തിന് ആസ്പദമാക്കിയിട്ട് ഹർമനെയോ അല്ലെങ്കിൽ റോമയുടെ കാറ്റർ സ്കെച്ച് ചോദിക്കുകയോ, അല്ലെങ്കിൽ യുദ്ധവിരുദ്ധ സന്ദേശത്തെ പോസ്റ്റർ തയ്യാറാക്കി ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യത്തിൽ നിന്ന് മുറിച്ചെടുക്കാനുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അപ്പോൾ നമ്മൾ യുദ്ധവിരുദ്ധ സന്ദേശം നൽകുന്ന കുറച്ച് വരികൾ നമ്മൾ ഓർത്തു വെക്കണം. ഇത് അമാരെ സ്കൂളിൽ നിന്ന് നമ്മൾ എഴുതില്ല, സബ്കാ സ്വാഗതം എന്ന് എഴുതില്ല. നമ്മൾ ധാരണ ഉണ്ട്, ഏത് പോസ്റ്റർ എഴുതുകയാണെങ്കിൽ അതിൽ നമുക്ക് അമാരെ സ്കൂളിൽ നിന്ന് ഒന്ന് എഴുതാം, സബ്കാ സ്വാഗതം എന്ന് എഴുതാം. പക്ഷേ യുദ്ധവിരുദ്ധ സന്ദേശം നൽകുന്ന പോസ്റ്റർ അത് രണ്ടും ഉണ്ടാവില്ല. ഇത് സ്കൂളിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ അല്ല, ഇതൊരു പബ്ലിക് ഇൻഫർമേഷൻ, പൊതുബോധവൽക്കരണ പോസ്റ്ററാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യുദ്ധ വിനാശകാരി ഹേ, യുദ്ധം വിനാശം വിതയ്ക്കുന്നവയാണ്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ കിടികളൊക്കെ നിങ്ങൾ പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടാവില്ലേ? യുദ്ധ രോക്കേ, യുദ്ധം തടയൂ. യുദ്ധ നഹി ചാഹിയെ, നമുക്ക് യുദ്ധം വേണ്ട. ചാഹിയെ വേണം. പ്യാർ കാ, സ്നേഹത്തിൻ്റെ മിലൻ, കൂടിച്ചേരലുകൾ. ശാന്തി മന്ത്ര സുനായിയെ, സമാധാന മന്ത്രം കേൾപ്പിക്കൂ. ദുനിയാമേ, ലോകത്ത് ശാന്തി ഫൈലായിയെ, ലോകത്ത് മുഴുവൻ നിങ്ങൾ സമാധാനം പരത്തൂ. സ്കൂൾ സോഷ്യൽ ക്ലബ്ബ്, സ്കൂൾ സോഷ്യൽ ക്ലബ്ബാണ് ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്ററുകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് പോസ്റ്റർ വന്നാലും ചോദ്യത്തിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് പരമാവധി വാക്കുകൾ മുറിച്ചെടുത്തിട്ട് അത് പോസ്റ്ററിൻ്റെ അകത്ത് നിങ്ങൾക്ക് വെക്കാനും പറ്റും. ഓക്കെ, എന്നാൽ യുദ്ധവിരുദ്ധ സന്ദേശം നൽകുന്ന പോസ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യത്തിൽ നിന്നും മുറിച്ചെടുക്കാനുണ്ടാവില്ല. അത് നിങ്ങളിത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരുപാട് ഡിസ്കോഴ്സുകൾ നമ്മൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ വൈകുന്നേരത്തെ ലൈവിൽ ചർച്ച ചെയ്യും. എല്ലാവരും കൃത്യസമയത്ത് ജോയിൻ ചെയ്യുക. നാളത്തെ മോർണിംഗ് പോസ്റ്റിൽ പങ്കെടുക്കുക. നമുക്ക് ഹിന്ദി സൂപ്പറാക്കാം, ഒരു ടെൻഷനും വേണ്ട. ബൈ.